ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ടൂട്ട് ഫയൽ. അപ്പം നാളെ എന്ന് പറയുമ്പോൾ ഏതാണ് ദിവസം? 30/4/2024 8ാമത്തെ ദിവസമാണ് നമ്മുടെ JCIയുടെ ഡെയിലി സ്റ്റഡി പ്ലാനിലെ 8ാമത്തെ ദിവസമാണ് 30-ാം തീയതി. സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സിൽ നാളെ പഠിക്കേണ്ടതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത് പാർട്ട്ണർഷിപ്പ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, എ കോർപ്പറേഷൻ ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആസ് ആൻ എൻ്റർപ്രൈസ്. ദെൻ അത് കഴിഞ്ഞ് വരുന്ന ഈ കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, അത് നമ്മൾ ICAയുടെ കൂടെ നെക്സ്റ്റ് ക്ലാസ്സിലേക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കോർപ്പറേഷൻ എന്ന ടോപ്പിക്കിലെ ഫസ്റ്റ് മൊഡ്യൂളായ കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീക്ക് പഠിച്ചതാണ്. അതിൻ്റെ ക്ലാസ് ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് പഠിച്ചതിന് ശേഷം ഇത് പഠിക്കുക. അപ്പോൾ നാളെ പഠിക്കേണ്ടത് പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, പിന്നെ കോർപ്പറേഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും എൻ്റർപ്രൈസുമായിട്ട്. അപ്പോൾ കോർപ്പറേഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളതിൽ കവർ ചെയ്യണം. അപ്പം നമുക്ക് JCIയുടെ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് ഫേം എന്താണ്, സോൾ ട്രേഡിംഗ് കൺസേണിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അതിൻ്റെ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒന്ന് നോക്കിപ്പോകാം. നമ്മുടെ സിലബസിൽ സോൾ ട്രേഡിംഗ് കൺസേൺ പറഞ്ഞിട്ടില്ല. പാർട്ട്ണർഷിപ്പ് ഫേം, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, അതിൻ്റെ മീനിങ്, പിന്നെ എന്താണ് നമ്മുടെ കോർപ്പറേഷൻ എന്താണ്, ഒരു ബിസിനസ്സായിട്ട് ഒരു എൻ്റർപ്രൈസസ് ആയിട്ട് എന്താണ്, ഇത് ഈ ഒരു മൂന്നെണ്ണവും തമ്മിലൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ എന്താണ് ബിസിനസ് എന്ന് പറയുന്നുണ്ട്. ബിസിനസ് ഓർഗനൈസേഷൻ എന്താ ചെയ്യുന്നത്? ബിസിനസ് ഓർഗനൈസേഷൻ കണ്ടക്ട് business at a small scale, medium scale and large scale. Business brings together പ്രൊഡക്ഷൻ. ബിസിനസ്സിൽ എന്തൊക്കെയാണ് ഒന്നിച്ച് കൊണ്ടുവരുന്നത്? അവിടെ പ്രൊഡക്ഷൻ ഉണ്ടാകും, മാനുഫാക്ചറിങ് ഉണ്ടാകും, ബൈയിങ് ആൻഡ് സെല്ലിങ് ആൻഡ് കസ്റ്റമേഴ്സ് ടുഗദർ ഫോർ ബിസിനസ് ഡെവലപ്മെൻറ്റ്. ബിസിനസ് എന്താണെന്നുള്ളതാണ്. ബിസിനസ്സിൽ എന്തൊക്കെയാണ്? നമ്മൾ പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങും ബൈയിങ്, ഗുഡ്സ് വാങ്ങുക, വിൽക്കുക, കസ്റ്റമേഴ്സ്, ഈ കാര്യങ്ങൾക്കെല്ലാം കൂടെ ഒന്നിച്ച് വരുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ, അതാണ് ബിസിനസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ബിസിനസ്സിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? ദ മെയിൻ പർപ്പസ് ഓഫ് എനി ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് ടു സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ സൊസൈറ്റി. അത് നമുക്ക് പഠിക്കേണ്ട ഒരു പോയിൻ്റാണ്. ദ മെയിൻ പർപ്പസ് ഓഫ് എനി ബിസിനസ് ഓർഗനൈസേഷൻ, ഏത് ടൈപ്പുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ആണ് എങ്കിലും അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ സൊസൈറ്റി. സൊസൈറ്റിയിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏത് ബിസിനസ് ഓർഗനൈസേഷൻ്റെയും മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ നോക്കാം. ഏതൊക്കെ ടൈപ്പ് ബിസിനസ് ഓർഗനൈസേഷൻ ആണുള്ളത്? ഒന്നാമത് എന്താണ്? സോൾ ട്രേഡിംഗ് കൺസേൺ, പാർട്ട്ണർഷിപ്പ് ഫേം, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. എന്താണ് സോൾ ട്രേഡിംഗ് കൺസേൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് ബിസിനസ് നടത്തുന്നതാണ് സോൾ ട്രേഡിംഗ് കൺസേൺ. സോൾ ട്രേഡിംഗ് കൺസേണിൽ എന്താണ്? ലോക്കൽ അതോറിറ്റീസിൻ്റെ പെർമിഷൻ എടുത്തിട്ട് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് സോൾ ട്രേഡിംഗ് കൺസേൺ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. നമ്മുടെ സിലബസിൽ സോൾ ട്രേഡിംഗ് കൺസേൺ പറഞ്ഞിട്ടില്ല എങ്കിലും ഇതിൻ്റെ ഒരു പാർട്ട് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയേക്കാം. എന്താണ് ഫീച്ചേഴ്സ് ഓഫ് സോൾ ട്രേഡിംഗ് കൺസേൺ? സോൾ ട്രേഡിംഗ് കൺസേണിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഫോം ചെയ്യാൻ ഈസിയാണ്. എന്താണ്? ആ ലോക്കൽ അതോറിറ്റിയിൽ നിന്ന് നമ്മൾ അതിന് വേണ്ടുന്ന പെർമിഷൻ എടുത്താൽ മാത്രം മതി. ആ ബിസിനസ്സിൻ്റെ ഓണർഷിപ്പ് ആ ഒരാൾ ഇൻഡിവിജ്വൽ ആയിരിക്കും. അയാളുടെ തന്നെ ക്യാപിറ്റലാണ് കൊണ്ടുവരുന്നത്, അയാൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അവിടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. പിന്നെ ബിസിനസ്സിൻ്റെ സീക്രസി എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം. എന്ത് ചെയ്യുന്നില്ല? നമുക്ക് പ്രോഫിറ്റോ ലോസോ ഒന്നും ഷെയർ ചെയ്യേണ്ട വരുന്നില്ല. കോർഡിയൽ റിലേഷൻ വിത്ത് കസ്റ്റമറുമായിട്ട് സോളല്ലേ, അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റിലേഷൻ വരുന്നു. പ്രോംപ്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും. ആരോടും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് കൃത്യമായിട്ട് തോന്നുന്ന ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അത് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് അത് ഒരു മീറ്റിംഗ് കൂടി അത് പാസ്സാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്കിത് പക്ക ഇന്ന തീരുമാനമാണെന്ന് വെച്ചാൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഡിസിഷൻ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ എന്താണ്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് സോഴ്സാണ് ഒരു സോൾ ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ സോൾ ട്രേഡിങ്ങിൻ്റെ ജസ്റ്റ് ആ ഫീച്ചേഴ്സ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് ഏതാണ്? പാർട്ട്ണർഷിപ്പ് ഫേമാണ്.
അപ്പോൾ ആദ്യം നിലനിന്നിരുന്നത് സോൾ ട്രേഡിംഗ് കൺസേൺ ആയിരുന്നു. ഈ സോൾ ട്രേഡിംഗ് കൺസേൺസിൻ്റെ ഡ്രോബാക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരാൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു ഫോം ഓഫ് ബിസിനസ് ആയിരുന്നു എന്ത്, നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. എന്താണ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്? രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ ഒന്നിച്ച് ഒരു ബിസിനസ് ജോയിൻ്റ് ആയിട്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതാണ് എന്ത്, പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം എന്താണ്? 2 or more persons comes together and conduct the business jointly. It is known as partnership firm. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പാർട്ട്ണർഷിപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ person who have agreed to share the profit of a business carried on by all or any of them acting for all. എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്? റിലേഷൻ ബിറ്റ്വീൻ ദ പേഴ്സൺസ്, ആളുകൾ തമ്മിലുള്ള ഒരു റിലേഷനാണ്. അവിടെ എന്ത് വേണം? ഹൂ ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ക്യാരീഡ് ഓൺ. ബിസിനസ് നടക്കുന്നതിൻ്റെ പ്രോഫിറ്റ് ക്യാരി ചെയ്യുക, അതിൻ്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിരിക്കുന്നതാണ്. ഓൺ ബൈ ഓൾ ഓർ വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഒന്നുകിൽ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കാം, അതല്ലെങ്കിൽ ഒരാൾ ആക്ട് ചെയ്താലും അതിൻ്റെ എന്താണ്, പ്രോഫിറ്റ് ഷെയർ ചെയ്യാമെന്ന് എഗ്രി ചെയ്യുന്ന ഒരു റിലേഷനാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇതെവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഫീച്ചേഴ്സാണ്. പാർട്ട്ണർഷിപ്പിൽ എന്തുണ്ടാവണം? ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവണം, ഒരു ലീഗൽ രജിസ്ട്രേഷൻ ഉണ്ടാവണം, നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ടാവണം, ലോഫുള്ളായിട്ടുള്ള ബിസിനസ് ആയിരിക്കണം, മാനേജ് ചെയ്യണം, റിലേഷൻ ബിറ്റ്വീൻ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഒരു റിലേഷൻ ഉണ്ടാവണം, ലയബിലിറ്റീസ് അൺലിമിറ്റഡ് ആയിരിക്കും, ജോയിൻ്റ് ഓണർഷിപ്പ് ആയിരിക്കും, ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എന്ത് ചെയ്യണം, അത് ഷെയർ ചെയ്യണം, ഡിസൊല്യൂഷൻ, പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അത് വെറുതെ അങ്ങ് നിർത്തിപ്പോകാൻ പറ്റില്ല, അത് ഡിസോൾവ് ചെയ്യണം. അപ്പോൾ ഈ ഫീച്ചേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താണ്? എഗ്രിമെൻ്റാണ് ഫസ്റ്റ് പറയുന്നത്. എന്താണ് ഒരു എഗ്രിമെൻ്റ്? പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് വേണം? ഒരു എഗ്രിമെൻ്റ്, ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് വേണം. പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് അതാണ് ആ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിലായിരിക്കും പാർട്ട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, എവിടെ? പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ മെൻഷൻ ചെയ്തിരിക്കണം. ഈ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് റിട്ടേണോ ഓറലോ ആകാം. പക്ഷേ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്? റിട്ടേൺ ആയിരിക്കണം എന്നാണ്. പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടേൺ ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. റിട്ടേൺ എഗ്രിമെൻറ്റിൽ എന്ത് വേണം? റൈറ്റ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ പാർട്ട്നേഴ്സ് ആർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. ഈ എഗ്രിമെൻറ്റിന് പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻ്റാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അത് റിട്ടേൺ ആയിരിക്കുന്നതാണ് നല്ലത്. റിട്ടേൺ ഓർ ഓറൽ ആകാം എന്ന് പറയുന്നുണ്ട്, പക്ഷേ റിട്ടേൺ ആവുന്നതാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് എന്താണ്? ലീഗൽ രജിസ്ട്രേഷൻ. പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഓപ്ഷണൽ എന്ന് പറയുന്നുണ്ട്, പക്ഷേ എന്താണ്? രജിസ്ട്രേഷൻ എടുക്കുന്നതാണ്. പാർട്ട്ണർഷിപ്പ് കമ്പൽസറി ആണ്. പാർട്ട്ണർഷിപ്പ് ക്യാൻ ബി രജിസ്റ്റേർഡ് അറ്റ് എ രജിസ്ട്രാർ ഓഫീസ് ആസ് പെർ പ്രൊവിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. റിട്ടേൺ എഗ്രിമെൻറ്റ് ഈസ് ബെനിഫിഷ്യൽ. ഏറ്റവും കൂടുതൽ നല്ലത് എന്താണ്? റിട്ടേൺ എഗ്രിമെൻ്റ് ആണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം രജിസ്റ്റർ ചെയ്താലാണ് ഒരു പാർട്ട്ണർഷിപ്പ് ആകുന്നത്, പാർട്ട്ണർഷിപ്പ് ഫേമായി മാറുന്നത്. അത് നെക്സ്റ്റ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സിൻ്റെ എണ്ണം. മിനിമം 2 പാർട്ട്നേഴ്സ് ആർ റിക്വയർഡ്. മിനിമം എത്ര പേര് വേണം? 2 പേര് വേണം പാർട്ട്ണർഷിപ്പ് ഫേമിന്. മാക്സിമം എത്രയാണ്? 50 പാർട്ട്നേഴ്സ് ആർ അലൗഡ്.
പിന്നെ നെക്സ്റ്റ് ലോഫുൾ ബിസിനസ് ആയിരിക്കണം. പാർട്ട്ണർഷിപ്പ് ഫേം ചെയ്യേണ്ടത് എന്താണ്? ലോഫുൾ ബിസിനസ് ആയിരിക്കണം. പാർട്ട്ണർഷിപ്പ് ഫേം മസ്റ്റ് കണ്ടക്ട് ലോഫുൾ ബിസിനസ് ആയിരിക്കണം. അവർക്ക് ഇല്ലീഗലായിട്ടുള്ള ബിസിനസ് ഒന്നും കണ്ടക്ട് ചെയ്യാൻ സാധിക്കില്ല. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബേസിൽ ലോഫുൾ ആയിട്ടുള്ള ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ദെൻ ഫിഫ്ത്ത് പോയിന്റ് മാനേജ്മെൻ്റ് ആണ്. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ മാനേജ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെ? ജോയിൻ്റ്ലി എല്ലാ പാർട്ട്നേഴ്സും ഒന്നിച്ചായി ആണ് അതിൻ്റെ മാനേജ്മെൻറ്റ് നടത്തേണ്ടത്. പക്ഷേ ഒരു പാർട്ട്ണറിന് എന്ത് ചെയ്യാം? അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിലിറ്റി മാനേജ്മെൻറ്റ് ഓഫ് വർക്കിങ്ങിനെ അവർക്ക് ഏൽപ്പിക്കാം. അതെന്താണ്? ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് അവരുടെ റൈറ്റ് സറണ്ടർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സറണ്ടർ ചെയ്തിട്ട് ഒരാൾ കൃത്യമായിട്ട് നോക്കേണ്ടത് നല്ല രീതിയിൽ പോകും എന്നുള്ളതിൻ്റെ ബേസിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ഒരാളെ റൈറ്റ്സ് എല്ലാം മാനേജ് ചെയ്യാനുള്ളത് ഡ്യൂട്ടീസ് എല്ലാം ഏൽപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും പാർട്ട്ണർഷിപ്പ് ഫേം. ഇനി പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്? അതൊരു പ്രിൻസിപ്പൽ ഏജൻറ്റ് എന്ന റിലേഷനാണ് വരുന്നത്. ഓരോ പാർട്ട്നേഴ്സും മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ വർക്കറാണ്. ഒരാൾ മറ്റേ ആളുടെ എന്താണ് പ്രിൻസിപ്പളായിട്ടും അടുത്ത ആളുടെ ഏജൻ്റായിട്ടുമാണ് ആക്ട് ചെയ്യുന്നത്. ഈച്ച് പാർട്ട്ണർ ഈസ് എ കോ ഓണർ ഇൻ ദ പാർട്ട്ണർഷിപ്പ്. ഓരോ പാർട്ട്ണറും ആ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കോ ഓണറാണ്. അറ്റ് ദ സെയിം ടൈം എന്താണ് ഏജൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് വെൻ ഡീലിംഗ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാൾ ഏജൻറ്റുമാണ്. അപ്പോൾ കോ ഓണറുമാണ് ഏജൻറ്റുമാണ്. അതാണ് റിലേഷൻ ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. പാർട്ട്ണർഷിപ്പ് ഫേമിൽ ലയബിലിറ്റി ഉള്ളത്. എന്ത് ലയബിലിറ്റി വന്നാലും അവർ ഒന്നിച്ച് അത് മീറ്റ് ചെയ്ത് പോകണം. അൺലിമിറ്റഡ് ആണ്. നമുക്ക് നമ്മളുടെ ഇത്ര വരെ ഉള്ളൂ എന്നില്ല. എന്തൊക്കെ ലോസ് വന്നാലും അത് ഫുൾ മീറ്റ് ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓരോ പാർട്ട്നേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി എക്സെപ്റ്റ് കൊടുക്കുന്നത് ആർക്കാണ്? എക്സംഷൻ ഉള്ളത് മൈനറിനാണ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഹെവി ലോസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയും എന്താണ് പ്രൈവറ്റ് ആൻഡ് പേഴ്സണൽ പ്രോപ്പർട്ടി ഓഫ് ദ പാർട്ട്നേഴ്സ് ക്യാൻ ബി ചാർജർ ഫോർ കോമ്പൻസേഷൻ ഓഫ് ലോസ്. ആ ലോസിൻ്റെ കോമ്പൻസേഷനായിട്ട് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയും പ്രൈവറ്റും ഒക്കെ ബിസിനസ്സിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടി വരും. നെക്സ്റ്റ് ജോയിൻറ്റ് ഓണർഷിപ്പ്. All the partners are joint owner of the assets and properties of the partnership firm. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അസറ്റ്സിൻ്റെ ലയബിലിറ്റീസിൻ്റെ ഓണേഴ്സ് എല്ലാവരും ഒന്നിച്ചാണ്. എല്ലാ പാർട്ട്നേഴ്സും ഈക്വൽ റൈറ്റ് ആണ്. അവർക്ക് എന്ത് ചെയ്യാം? ദേ യൂസ് ദീസ് അസറ്റ്സ് ഫോർ പാർട്ട്ണർഷിപ്പ് ബിസിനസ്. പാർട്ട്നേഴ്സ് കനോട്ട് യൂട്ടിലൈസ് അസറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അസറ്റ്സ് അവർക്ക് ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് മാത്രമാണ് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റും ലോസും എന്ത് ചെയ്യണം? ഷെയർ ചെയ്യുന്ന മെത്തേഡ്. അത് ഓൾറെഡി പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ ഷെയറിംഗ് എങ്ങനെയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഇൻ കേസ് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെയാണ്? ഈക്വൽ ആയിട്ടായിരിക്കും പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഡിസൊല്യൂഷനാണ് 10th പോയിന്റ് എന്ന് പറയുന്നത്. 10th പോയിന്റ് ഡിസൊല്യൂഷനാണ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യുന്നത് നോർമലി ഡ്യൂ ടു ഡെത്ത്, റിട്ടയർമെൻറ്റ്, ഇൻസോൾവൻസി ഓർ ഇൻസൈനിറ്റി ഓഫ് ദ പാർട്ട്ണറാണ്. ഒരു പാർട്ട്ണർ മരിക്കുകയോ റിട്ടയർ ചെയ്യുകയോ ഇൻസോൾവൻ്റ് ആവുകയോ ഇൻസൈൻ ആവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നോർമലി ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യുന്നത്? ഡിസോൾവ് ചെയ്യുന്നത്. പക്ഷേ ഒരു പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാം? അവരുടെ ഇഷ്ടപ്രകാരം 14 ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ട് പാർട്ട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യാൻ പറ്റും? ഡിസോൾവ് ചെയ്യാൻ പറ്റും. അത് പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി? ഇപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി നിലവിൽ വരുന്നത് എങ്ങനെയാണെന്നാണ് ഫസ്റ്റ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 1760 എന്ത് നടന്നു? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 1760 എവിടെയാണ് നടന്നത്? ഇംഗ്ലണ്ടിലാണ് നടന്നത്. അപ്പോൾ അതിന് ശേഷം എന്ത് പറഞ്ഞു? ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ് ഒക്കെ വന്നു. അതിൻ്റെ ബേസിൽ നമ്മുടെ ബിസിനസ് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്ത് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിലേക്കായി. അപ്പോൾ ഹ്യൂജ് ക്യാപിറ്റലും മാനേജ്മെൻറ്റ് സ്കില്ലും കപ്പാസിറ്റിയും ഒക്കെ എന്തു വന്നു? വളരെയധികം ഹ്യൂജ് ലോസ് അത്
ഹ്യൂജ് ലോസിലേക്ക് പോയി. അതെന്തുകൊണ്ടാണ്? സോൾ ട്രേഡിങ്ങും പാർട്ട്ണർഷിപ്പ് ഫേംസിനും ഒന്നും ഇതെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അതായത് ഹ്യൂജ് ക്യാപിറ്റൽ, മാനേജ്മെൻറ്റ് സ്കില്ല്, കപ്പാസിറ്റി ടു സഫർ ഹ്യൂജ് ലോസസ്, ഹ്യൂജ് ആയിട്ടുള്ള ലോസ് സഫർ ചെയ്തു ആര്? സോൾ ട്രേഡിങ്ങും പാർട്ട്ണർഷിപ്പ് ഫേമും. അങ്ങനെ ഈ സോൾ ട്രേഡേഴ്സിനും പാർട്ട്ണർഷിപ്പ് ഫേമിനും ഹ്യൂജ് ആയിട്ടുള്ള കാര്യങ്ങൾ നാഷണൽ ലെവലിലേക്കും ഇൻ്റർനാഷണൽ ലെവലിലേക്കും പോയ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ നേരായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നപ്പോഴാണ് എന്ത് വന്നത്? Large scale production and a revolution in transport sector, the market was expanded in economic system of the country to do business and production efficiently. Joint stock company came into existence. അങ്ങനെ joint stock company നിലവിൽ വന്നു. എക്കണോമിക് സിസ്റ്റം ഓഫ് ദ കൺട്രി ടു ഡു ബിസിനസ്, കൺട്രിയുടെ എക്കണോമിക് സിസ്റ്റം ബിസിനസ് ചെയ്യേണ്ട വന്നു. പ്രൊഡക്ഷൻ എഫിഷ്യൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്ത് വന്നു? ഫോം ചെയ്തു? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി നിലവിൽ വന്നു. അപ്പോൾ എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി? The business started by registering under the Indian Companies Act 2003 is known as Joint Stock Company. Joint Stock Company രജിസ്റ്റർ ചെയ്യുന്ന എന്തിൻ്റെ ബേസിലാണ്? ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ബേസിലാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. അവിടെ എന്തില്ല? മാക്സിമം മെമ്പേഴ്സിന് ഒരു ലിമിറ്റും ഇല്ല. ഇതെന്താണ്? ദ ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ബൈ വേരിയസ് പീപ്പിൾ ഹാവിങ് കോമൺ നീഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റസ് ഈസ് നോൺ ആസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഒരേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ കോമൺ നീഡിൻ്റെ ബേസിൽ ഒന്നിച്ച്, ഇവിടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആകുമ്പോൾ ഒരു മാക്സിമം നമ്പർ ഒന്നും പറയുന്നില്ല, എത്ര ആളുകൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് ചേർന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. കോമൺ ആയിട്ടുള്ള ഒരു നീഡ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. The organization started by various people having common need and independent status is known as joint stock company. ഇനി joint stock കമ്പനിയുടെ ഡെഫിനിഷൻ, ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണ്? ദ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ്, രജിസ്റ്റേർഡ് ആൻഡ് വിച്ച് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് അക്കോർഡിംഗ് ടു ദ കമ്പനീസ് ആക്ട് 2003 ഈസ് നോൺ ആസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഫീച്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സാണ്: വോളണ്ടറി അസോസിയേഷനാണ്, നമ്പർ ഓഫ് മെമ്പേഴ്സ് മാക്സിമം നമ്പേഴ്സ് പറഞ്ഞിട്ടില്ല, ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട്, പെർപെച്വൽ സക്സഷൻ ഉണ്ട്, കമ്പൽസറി രജിസ്ട്രേഷനാണ്, ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, കോമൺ സീൽ ഉണ്ടാവും, പ്രൊഫഷണൽ മാനേജ്മെൻ്റ് ആയിരിക്കും, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്താണ്? വോളണ്ടറി അസോസിയേഷനാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ. എ പേഴ്സൺ ഓഫ് എനി കാസ്റ്റ്, റിലീജിയൻ ആൻഡ് കമ്മ്യൂണിറ്റി ക്യാൻ പർച്ചേസ് ഷെയർ ഓഫ് ദ കമ്പനി ആൻഡ് ബിക്കം ഷെയർ ഹോൾഡർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവാം. അതെന്താണ്? ഒരു വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. ദെൻ നമ്പർ ഓഫ് മെമ്പേഴ്സ്. അക്കോർഡിംഗ് ടു ദ കമ്പനീസ് ആക്ട് 2013 ഫോർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മിനിമം 2 മെമ്പേഴ്സ് ആൻഡ് മാക്സിമം 200 മെമ്പേഴ്സ് ആർ അലൗഡ്. ആൻഡ് ഫോർ പബ്ലിക് ലിമിറ്റഡ് കമ്പനി മിനിമം 7 മെമ്പേഴ്സ് ആർ റിക്വയർഡ് ആൻഡ് ദർ ഈസ് നോ ലിമിറ്റ് ഫോർ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്താണ്? അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 2013 പ്രകാരം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ 2 മുതൽ മിനിമം 2 മെമ്പേഴ്സും മാക്സിമം 200 മെമ്പേഴ്സും എന്നും പറയുന്നുണ്ട്. എന്നാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ മിനിമം 7 എന്നും മാക്സിമം നമ്പറിന് ലിമിറ്റില്ല, നോ ലിമിറ്റ് ഫോർ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്. പിന്നെ എന്താണ്? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഒരു കമ്പനി ലോ പ്രകാരം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി കിട്ടുകയാണ്. ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു പേഴ്സണായിട്ട് മാറുകയാണ്. ഒരു പേഴ്സണുള്ള എല്ലാ നാച്ചുറൽ പേഴ്സണുള്ള എല്ലാ റൈറ്റും ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ട് മാറുകയാണ് ഒരു കമ്പനിക്ക്. പിന്നെ എന്തുണ്ട്? ഒരു സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിനെന്താണ് കിട്ടുന്നത്? ഒരു സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് കിട്ടുകയാണ്. കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനി ക്യാൻ കണ്ടക്ട് അതിൻ്റെ തന്നെ ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും അതിൻ്റെ പേരിൽ തന്നെ. പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്യാൻ പറ്റും, ലീഗലായിട്ടുള്ള എല്ലാ ആക്ഷനിലും ഏർപ്പെടാൻ പറ്റും. കമ്പനി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്സ് ലയബിലിറ്റി. കമ്പനി തന്നെയായിരിക്കും അതിൻ്റെ ലയബിലിറ്റീസിന് റെസ്പോൺസിബിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഫീച്ചർ എന്താണ്? ഒരു പെർപെച്വൽ സക്സഷൻ.
കമ്പനിക്ക് ഒരു ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട്, അതിന് അതിൻ്റേതായ ഒരു പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്. പെർപ്പച്വൽ സക്സഷൻ എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ്, അതിൻ്റെ ലൈഫ് കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള സ്റ്റാറ്റസ് ഉണ്ട് അതിന്. ഒരു ആക്ടിവിറ്റീസും ഒരു ഷെയർ ഹോൾഡറിൻ്റെ ഡെത്തോ അയാൾ ഇൻസോൾവെൻ്റ് ആവുകയോ റിട്ടയർ ചെയ്യുകയോ അങ്ങനെയുള്ള ഒരു കാര്യവും എന്ത് ചെയ്യില്ല, കമ്പനിയെ ബാധിക്കുന്നില്ല. കമ്പനി അതിൻ്റെ പെർപ്പച്വൽ സക്സഷനിൽ അതിൻ്റെ ലൈഫ് സ്റ്റേബിളായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. നെക്സ്റ്റ് കമ്പൽസറി രജിസ്ട്രേഷനാണ്. കമ്പനി എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് കമ്പൽസറി അക്കോർഡിംഗ് ടു ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2030. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി 2013 ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിനെന്ത് കിട്ടും? അതിലൊരു ലീഗൽ സ്റ്റാറ്റസ് കിട്ടും. ദെൻ ലിമിറ്റഡ് ലയബിലിറ്റി. ഇവിടെ എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ലയബിലിറ്റി ഓഫ് ദ മെമ്പർ ഈസ് ലിമിറ്റഡ് അപ് ടു ദ ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർ പർച്ചേസ്ഡ് ബൈ ദ മെമ്പർ. മെമ്പർ പർച്ചേസ് ചെയ്യുന്ന ഷെയറിൻ്റെ ഫേസ് വാല്യൂവിന് ലിമിറ്റഡ് ആണ് അതിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിലോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ കമ്പനിയുടെ ലയബിലിറ്റി അതിനെയൊന്നും ബാധിക്കുന്നതല്ല. ദെൻ കോമൺ സീല്. കമ്പനിക്ക് എന്തുണ്ടാവും? ഒരു കോമൺ സീല് കാണും. കമ്പനി ഹാസ് ഇറ്റ്സ് ഓൺ കോമൺ സീല്. എല്ലാ കാര്യങ്ങളിലും കമ്പനിയുടെ പേരിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തുണ്ടാവും? ഒരു കോമൺ ആയിട്ടുള്ള സീൽ ഉണ്ടാവും. ആ സീൽ എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ, കമ്പനിക്ക് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നുള്ളൊരു സ്റ്റാറ്റസ് കൊടുക്കുന്നതാണ് കോമൺ സീല്. അങ്ങനെ കമ്പനിക്ക് കമ്പനിയുടെ സിഗ്നേച്ചർ ആ കോമൺ സീലിലൂടെ എല്ലാ കാര്യങ്ങളിലും യൂസ് ചെയ്യാൻ സാധിക്കും. കോമൺ സീൽ ഈസ് അഫിക്സഡ് ഓൺ ഓൾ ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സിലും ഡോക്യുമെൻറ്റ്സിലും കോമൺ സീൽ അഫിക്സ് ചെയ്യണം. നെക്സ്റ്റ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. കമ്പനി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? പ്രൊഫഷണൽ മാനേജ്മെൻറ്റാണ് കമ്പനിയിൽ നടക്കുന്നത്. പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് കമ്പനിയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നു? ഇലക്ട് ചെയ്യുന്നു ഡയറക്ടേഴ്സിനെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് നോക്കി നടത്താൻ വേണ്ടിയിട്ട്. ആ എലക്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സിൻ്റെ അറിയപ്പെടുന്ന എന്താണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അവർക്കായിരിക്കും കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം കമ്പനി എന്ത് ചെയ്യുന്നു? ഓരോ ഫീൽഡിൽ നിന്നുമുള്ള പ്രൊഫഷണൽ സാലറി കൊടുത്ത് ഓരോരോ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻ പ്രകാരം ഒരു ഷെയർ ഹോൾഡറിൻ്റെ ഷെയർസ് എന്ത് ചെയ്യാണ്? ഷെയർ ഫ്രീ ആയിട്ട് ദ ഷെയർ ഹാസ് റൈറ്റ് ടു ട്രാൻസ്ഫർ ഹിസ് ഷെയർ ഫ്രീ ആയിട്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഹി ക്യാൻ സെൽ ഹിസ് ഷെയർസ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ഓബ്റ്റെയിൻ മണി. അവർക്ക് അവരുടെ ഷെയർ മാർക്കറ്റിൽ വിറ്റ് മണി കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫോമും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെയും ഫീച്ചേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ കൂടെ തന്നെ പഠിക്കാനുള്ളത് കോർപ്പറേഷൻ ആസ് എ ബിസിനസ്. കോർപ്പറേഷൻ ഒരു ബിസിനസ് ആയിട്ട് എന്താണെന്നുള്ളത് നമ്മൾ കോർപ്പറേഷൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് വീഡിയോയിൽ അത് കുറച്ച് ഭാഗം ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്നുകൂടെ റെഫർ ചെയ്യുക. താങ്ക് യു.